കാത്തിരിപ്പുകൾക്ക് വിരാമം. കാത്തിരുന്ന HSTയുടെ നോട്ടിഫിക്കേഷൻ ഫൈനലി ഇതാ വന്നിരിക്കുകയാണ്. ഇനി എന്താണ്? പഠിക്കാനുള്ള സമയമാണ്. യെസ്, ഇറ്റ്സ് ടൈം ടു ക്രാക്ക് HST വിത്ത് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ്സ് മീ മുഫീദ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നോക്ക്, നമ്മൾ കാത്തിരുന്ന HSTയുടെ നോട്ടിഫിക്കേഷൻ ഫൈനലി ഇന്നലെ വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് നോക്കിയേ, 31 ഡിസംബർ 24 ആണെങ്കിൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2025 ജനുവരി 29 അപ്പോൾ ആരും വൈകണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തോളാം. പേ ഓഫ് സ്കെയിൽ നോക്കിയിടാ, വലിയൊരു പേ ഓഫ് സ്കെയിൽ തന്നെയാണ് കാണുന്നത്. 41,300 ടു 87,000 വരെ പേ ഓഫ് സ്കെയിലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ ആരും വിട്ട് കളയണ്ട. ഓക്കെ, അപ്പോൾ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. മിസ്സേ ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ കിട്ടുമോ, ഇനി എത്ര സമയം പഠിക്കണം, എങ്ങനെ ഷെഡ്യൂൾ വെക്കണം, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. ഒരു പേടിയും വേണ്ട, എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ബേസിക് ആയിട്ട് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് എൻക്വയറീസ് വരുന്നൊരു കാര്യം, എന്ത് ക്വാളിഫിക്കേഷനാണ്. സാധാരണ പോലെ തന്നെയാണ് എന്ത്, നമുക്ക് BEd ക്വാളിഫിക്കേഷൻ, ഡിഗ്രി BEd വേണം. അതുപോലെ തന്നെ എന്ത് വേണം, KTET വേണം. ഇനി എക്സെപ്ഷൻ കേസുകളുണ്ട്, അത് CTET, അതുപോലെ തന്നെ സെറ്റ്, നെറ്റ്, PhD, MPhil, MEd ഉള്ളവർക്കൊന്നും എന്ത് വേണ്ട, KTET ആവശ്യമില്ല. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ നിലവിൽ വന്ന കാറ്റഗറികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാം മാത്സ് 591/2024. പിന്നെ വന്നത് നമുക്ക് മലയാളമുണ്ട് 601/2024 ഉണ്ട്. നാച്ചുറൽ സയൻസ് 602/2024. ഇംഗ്ലീഷ് 603/2024. ഹിന്ദി 604/2024. ഫിസിക്കൽ സയൻസ് 605/2024. ഇത്രയും കാറ്റഗറികളിലേക്കാണ് എന്ത് വന്നിട്ടുള്ളത്, നിലവിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരാളെ കുറവുണ്ട്, ആരുടെയാണ്, സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടത് എന്താണ്? ഇനി വേണ്ടത് ഇതിന് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കോച്ചിങ് തരുന്നുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റ് നോക്കൂ, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ ഈ സബ്ജക്റ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, എയ്സിൻ്റെ കോഴിക്കോട്, പാലക്കാട്, അതുപോലെ തന്നെ മഞ്ചേരി, പെരിന്തൽമണ്ണ, എടപ്പാൾ ബ്രാഞ്ചുകളിൽ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കൃത്യമായ ഷെഡ്യൂളുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള മെൻറ്റർ സപ്പോർട്ട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നല്ല കോൺഫിഡൻറ്റോടുകൂടെ എന്ത് ചെയ്യണം, HST നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ആരുണ്ടാവും, നിങ്ങളുടെ കൂടെ ഒരു പേഴ്സണൽ മെൻറ്റർ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് കൃത്യമായ ഷെഡ്യൂൾ ഉപയോഗിച്ച് സംശയ നിവാരണങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് HST ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, കൃത്യമായി എക്സാം എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മെയിൻ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ കൃത്യമായിട്ട് എക്സാം എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അതിനായിട്ട് ടോപ്പിക് എക്സാംസും മോഡൽ എക്സാംസും OMR വാലുവേഷനും കൃത്യമായ ഷെഡ്യൂളോട് കൂടെ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്നു വരുന്നുണ്ട്. ഓക്കെ, അത് ഏത് എക്സാമിനായാലും നമ്മൾ കൊടുക്കുന്നതാണ്. HSTക്കും വളരെ കൃത്യമായ ഷെഡ്യൂളിൽ നമ്മൾ ഇതെല്ലാം നടത്തി വരുന്നുണ്ട്. പ്ലസ് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ സെഷൻ, വളരെ കാര്യക്ഷമമായിട്ടുള്ള ഡിസ്കഷൻ സെഷനുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളത് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്കുകൾ തെളിയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓഫ്ലൈൻ കോച്ചിങ്ങിനാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഹൈബ്രിഡ് ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ റീഡിംഗ് ഫെസിലിറ്റീസും ലൈബ്രറി ഫെസിലിറ്റിയും, വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി റീഡിംഗ് ഫെസിലിറ്റി നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വാളിറ്റി പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, അതുപോലെ ഓൺലൈൻ ആണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, മിസ്സേ ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതിയോ, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് HST ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് മെത്തേഡാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യാതൊരു പേടിയും വേണ്ട. കഴിഞ്ഞ HSTയുടെ ഏറ്റവും മുന്നിലെ റാങ്കുകൾ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷന് സ്വന്തമാണെങ്കിൽ അടുത്ത HSTയുടെ റാങ്കും നമ്മൾ തന്നെ സ്വന്തമാക്കും. ഓക്കെ, കൃത്യമായ ഷെഡ്യൂൾ ഉപയോഗിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് ഒന്നാമത്തെ റാങ്കുകൾ, മുന്നിലെ റാങ്കുകൾ എല്ലാം തന്നെ എയ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഓക്കെ, അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആദ്യ 10 റാങ്കുകൾ മാത്രമാണ്. 100 കണക്കിന് റാങ്കുകളാണ് കഴിഞ്ഞ HSC പരീക്ഷകളിൽ എയ്സിൻ്റെ പേരിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ഉറപ്പും ഇത് മാത്രമാണ്. ഓക്കെ, നമ്മൾ റിസൾട്ട് കാണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. HSCയുടെ പുതിയ ബാച്ചുകൾ എയ്സിൻ്റെ പാലക്കാട്, കോഴിക്കോട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, എടപ്പാൾ ബ്രാഞ്ചുകൾ ജനുവരി 6 തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങ് പോരെ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിവാരണം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറ്റിക്കൊണ്ട് നമ്മൾ കൃത്യമായ ഷെഡ്യൂൾ ഉപയോഗിച്ച് നല്ലൊരു മെത്തേഡിൽ മെൻറ്ററുടെ സഹായത്തോടു കൂടെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് നമ്മൾ പഠിക്കും. വരുന്ന HSCയിലെ ആദ്യത്തെ റാങ്കിൽ തന്നെ നമ്മൾ ഇടം നേടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ജനുവരി 6 ആരംഭിക്കുന്ന പുതിയ ബാച്ചുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഈ റിസൾട്ടുകൾ വരും വർഷങ്ങളിലും അല്ലെങ്കിൽ വരുന്ന എക്സാമുകളിലും നമ്മൾ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ കോൺഫിഡൻസോടുകൂടി പഠിച്ചു തുടങ്ങാം എയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം.